നമുക്ക് അറിയുന്ന ആളുകളുടെ കൂടെ സർഫിങ് ചെയ്ത് മൂഞ്ചാൻ റെഡി ആയിട്ടുണ്ട്. വേറെ നീ ആളുകളെ തേക്കാറില്ലേ? അതിസാഹസ്യമായി തലകുത്തി പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ വർക്കല വ്ലോഗ്. ഇതൊരു ക്യാമ്പായിരുന്നു. സോ ഒരു ഹോസ്റ്റലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൻ്റെ നമ്മളുടെ റൂം ഇതായിരുന്നു, ഡോർമെട്രിയാണ്. പക്ഷെ നല്ല എസ്തെറ്റിക് കോസി വൈബുള്ള ഒരു ബെഡ്റൂം ആയിരുന്നു കേട്ടോ ഇത്. അപ്പം നമ്മൾ ചെന്നപ്പോഴേക്കും കുറച്ച് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ക്യാമ്പ് ഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇവരുടെ പ്രോപ്പർട്ടി നിയർ ടു ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ബീച്ചിലാണ് ക്യാമ്പ് ഫയർ നടക്കുന്നത്. എന്റെ ഫോൺ ഫ്ലാഷ് ഓൺ ആയിട്ട് എല്ലാവരും ചത്തു നിൽക്കുക. ഹാപ്പി ബർത്ത്ഡേ സോന, ഹാപ്പി ബർത്ത്ഡേ സോന, ഹാപ്പി ബർത്ത്ഡേ സോന പപ്പടി. കേക്ക് കിട്ടുന്ന നേരെ പാടും. वो बहुत रे भी सौफी എടി ഒരു ഫോട്ടോ എടുക്ക്. ഈ ആ കേക്ക് കൈ പിടിക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഇന്റർനാഷണൽ ബർത്ത്ഡേ ആണ്. This is for you. Please take it. See tomorrow. Give me a hand. Quite after. Happy today. Yeah, very happy. It's an international birthday. Thank you. ക്യാമ്പ് ഫയർ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ തന്നെ ഏകദേശം 1 മണിയായി. പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം ഇവരുടെ അടുത്തൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് കിടന്നുറങ്ങി. കാരണം രാവിലെ സർഫിംഗ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, വി ആർ ഇൻ വർക്കല ആൻഡ് ഇറ്റ്സ് ഡേ 1. അപ്പം ഇപ്പോൾ സമയം രാവിലെ 9 മണിയായി. നമ്മൾ സർഫിംഗ് ചെയ്യാൻ പോകണം. എനിക്ക് വെള്ളം കണ്ട പേടിച്ച് ചാവുന്ന ഞാനാണ്. പക്ഷെ ഇന്ന് നമ്മൾ സർഫിംഗ് ചെയ്യാൻ പഠിക്കാൻ പോകണം. ഇങ്ങനെയല്ലേ പേടി മാറ്റണേ. സ്വിമ്മിംഗ് പൂളിൽ പോലും ആഴം നോക്കി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനാണ് ഇന്ന് കടലിൽ ഇറങ്ങാൻ പോകണം. നമുക്ക് നോക്കാം. ചിലപ്പോൾ എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ വേസ്റ്റ് ആക്കത്തില്ല. അപ്പോൾ നമുക്ക് സർഫിങ്ങിന് പോവാം. എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ട്, ഞാൻ സൺസ്ക്രീനൊക്കെ വാരി പൊത്തിയിട്ടുണ്ട്. ആൻഡ് സോന ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അതെ, ബ്രോക്കുട്ടാൻ, ആർ യു റെഡി ടു സർഫ്? ഞാൻ സർഫിങ് ആദ്യമായിട്ടാണ്. ഇത് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാനിവിടെ വന്നപ്പോഴാണ് റെഞ്ചുമനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. സോ നമുക്ക് അറിയുന്ന ആളുകളുടെ കൂടെ സർഫിങ് ചെയ്ത് മൂഞ്ചാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കുളിക്കാത്ത രഞ്ജിമ ഇന്ന് വെള്ളം കണ്ട് ചാവെന്ന് പറയുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കേ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. കം ഓൺ. ഓൾറെഡി ഈ ഹോസ്റ്റലിലുള്ള 2 ഡോഗ്സാണ് വിസ്കി ആൻഡ് സ്കൈ. ഇപ്പം ഞാൻ ഫസ്റ്റ് തൊട്ടതാണ് സ്കൈ ആൻഡ് ഇതാണ് വിസ്കി. അപ്പോൾ ഇത് ഓൾറെഡി ഒരു പെറ്റ് ഫ്രണ്ട്ലി ഹോസ്റ്റലാണ് കേട്ടോ. അപ്പം ഓൾറെഡി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന അക്ഷയിൻ്റെ കൂടെ ഒരു പെറ്റ് കൂടി ഉണ്ട്, വീരൻ എന്നാണ് ഡോഗിൻ്റെ പേര്. അപ്പോൾ നമ്മളുടെ കൂടെ ഡെയിലി സർഫിങ് ചെയ്യാൻ സ്കൈയും വിസ്കിയും ഒക്കെ വരാറുണ്ട്. ഹായ് സോന, എൻജോയ്. നല്ല വെയിൽ. അയ്യോ, മാക്സിമം സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ സൺസ്ക്രീൻ ഇടണം. ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പം എനിക്കറിയാം നല്ല ടാൻ അടിക്കണം. സോ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട് സർഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. തരാ
ആൻഡ് ബ്ലോഗർ എവിടെയാന്ന് ചോദിച്ചാൽ ബ്ലോഗർ ഇവിടെ എന്തൊക്കെയോ തേച്ചുകൊണ്ടിരിക്കുകയാണ്. സൺസ്ക്രീൻ മെഴുകണ് കണ്ട. ആൻഡ് ദിസ് ഈസ് സോന പപ്പഡ്. ഓക്കെ ആണോ ബ്രോ? ഐ ഓക്കെ റെഡി? ഐ യു റെഡി? റെഡി. അപ്പോൾ നമ്മളിതാ ഇന്ന് പോകുന്നത് ഈ സാധനത്തുമ്മല കേട്ടോ. ബാക്കി കാണാം. വെൻഷ്മയുടെ സൺസ്ക്രീൻ തേപ്പാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. സൺസ്ക്രീൻ അല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. വേറെ നീ ആളുകളെ തേക്കാറില്ലേ? എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഈ ടാൻ അടിക്കുന്നതിനെ പറ്റി. കാരണം ഞാൻ പെട്ടെന്ന് ടാൻ അടിക്കണ ഒരു കൂട്ടത്തിലാണ്. എത്ര സൺസ്ക്രീൻ വാരിക്കോരി കുളിച്ചു എന്ന് പറഞ്ഞാലും ടാൻ അടിക്കും. പക്ഷേ കുഴപ്പമില്ല, പുതിയൊരു കാര്യം ലേൺ ചെയ്യാനല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഇവർ പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, എഴുന്നേക്കേണ്ടത്, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ സീയിലോട്ട് ഇറങ്ങുന്നത്. വരികയാണ്. അതാ വരികയാണ്. ഓൾറൈറ്റ്. അതിസാഹസ്യമായി ഇതാ തലകുത്തി വീഴുകയാണ്. അതിവേഗത്തിൽ ഇതാ വരികയാണ്. അയ്യോ. അങ്ങനെ സർഫിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഫുൾ ഫ്ലോപ്പായിരുന്നു. ഞാൻ ഒരെണ്ണം പോലും മര്യാദയ്ക്ക് ചെയ്തില്ല. ഇത് ഒരെണ്ണം എന്തോ ജസ്റ്റ് ഇങ്ങനെ വന്ന് അപ്പം തന്നെ വീണ്. അത്രയും വെള്ളം പേടിയുള്ള ഞാൻ ഇച്ചിരിയൊക്കെ ട്രൈ ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ തോന്നി. പക്ഷെ എന്നാലും നാളെ എനിക്കിത് പഠിച്ചിട്ട് ഇവിടെ നിന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നടന്നാൽ മതി. നാളെ എഗെയിൻ 6:30 സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് നമ്മൾ എഴുന്നേറ്റ് നിന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. സോ നാളെ നേരത്തെ എണീറ്റ് നേരത്തെ പോകണം. അപ്പോൾ ഇപ്പം ഞാൻ സർഫിങ്ങൊക്കെ കഴിഞ്ഞ് വയ്യാതായി, കാലും കയ്യും നനക്കിക്കൂടാ. ഹെവി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ ഫീലായിരുന്നു. സോ കുളിച്ചു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇപ്പോൾ ഇതാ ജസ്റ്റ് ബ്രഞ്ച് കഴിക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയാക്കിങ്ങിന് പോകുന്നുണ്ട്. അപ്പം എന്താ അത്രയൊക്കെയുള്ളൂ. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് 1 ഫോർ ദ ഡേ. ഈ ഔട്ട്ഫിറ്റ് ഇട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ പുറത്തെവിടെയും പോയില്ല. കാരണം ഉച്ചയ്ക്ക് ശേഷം കയാക്കിങ്ങിന് പോകാനുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിലോട്ട് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തു. ഈ ഒരു മാല നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ ഗോവയിൽ നിന്ന് വാങ്ങിച്ചാണ്. അതിനുശേഷം നമ്മൾ ചായ കുടിച്ചു. നല്ല ചൂടുള്ള ക്രിസ്പി പരിപ്പ് വട, പിന്നെ പഴംപൊരി, മുളക് ബജി ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പരിപ്പ് വട ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ 2-3 പൊതിഞ്ഞ് കയാക്കിങ്ങിലോട്ട് പോകുന്ന വഴിക്ക് കഴിച്ചു കേട്ടോ. പോകുന്ന വഴിക്ക് എനിക്കൊരു നാരങ്ങാസോട ഒഴിക്കാൻ തോന്നി. വണ്ടി നിർത്തി. അപ്പം ഞാൻ ഈ ഒരു കടയിൽ ഇങ്ങനൊരു സംഭവം കണ്ടു. ഇതെന്തൊരു ചായക്കടയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വലിയൊരു സാധനം. അതെന്താണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അറിയട്ടോ. പിന്നെ നമ്മൾ നാരങ്ങാസോട കുടിക്കുന്നത് ഇങ്ങനത്തെ ഒരു വലിയ സ്റ്റീൽ ഗ്ലാസ്സാണ് കേട്ടോ. എൻ്റെ കൈ കണ്ടോ, വലിയ സ്റ്റീൽ ഗ്ലാസ്. ഇങ്ങനത്തെ ഗ്ലാസ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈക്ക് നാരങ്ങാസോട കുടിക്കുന്നത്. നമ്മളവിടെയൊക്കെ ഈ കുപ്പി ഗ്ലാസ്സിലല്ലേ കിട്ടുക. കയാക്കിങ്ങിൻ്റെയും ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അങ്ങനെ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ വീരൻ എന്ന് പറഞ്ഞ ഡോഗ് കേട്ടോ. അടിപൊളി സ്വീറ്റ് ഡോഗാണ് കേട്ടോ. ആൾ ഭയങ്കര പാവമാണ്. ആൾ എല്ലാവരോട്ടും പെട്ടെന്ന് കമ്പനിയാവും. അങ്ങനെ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. കയാക്കിങ് എനിക്ക് പിന്നെ കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ മുമ്പ് 1-2 വട്ടം ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ വീഡിയോസിലുണ്ട്. അപ്പോൾ സോനയും ബ്രോക്കൂട്ടനും എവിടെയോ കിടക്കുക. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത്, എന്നിട്ടും അവരെ കാണുന്നില്ല. പിന്നെ ഞങ്ങളിങ്ങ് പോകുന്നു. പിന്നെ കുറച്ച് പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അക്ഷയിൻ്റെ കൂടെ ഒരു ഡോഗുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അവൻ നല്ല കൂളായിട്ടിരിക്കുക. ഞാൻ വീഡിയോയിൽ നേരത്തെ കാണിച്ചില്ലേ, കൂളായിട്ടിരിക്കുക. എന്ത് ലൈഫല്ലേ. അവൻ ലൈഫ് ജാക്കറ്റ് പോലും വേണ്ട. പക്ഷെ എനിക്ക് നമുക്കങ്ങനെയല്ല. പ്രൊട്ടക്ഷൻ വേണം, പ്രൊട്ടക്ഷൻ. നല്ല സൺസെറ്റ് ആട്ടോ. എനിക്ക് എന്ത് ഭംഗിയാ കാണാൻ. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ആ പിന്നെ എല്ലായിടത്തും മുട്ടിച്ചപ്പോൾ ഞാനാ രക്ഷിച്ചേ.
ഞാൻ പ്രാകും. ഗൈസ് ദേ സോനയും ബ്രോക്കുട്ടനും. സോനയ്ക്ക് കുറെ ചീത്ത കേട്ടു ഡ്രൈവിംഗ് ക്ലാസ്സിന്റെ. ലൈസൻസ് ഇല്ല, ലൈസൻസ് എല്ലാം വെച്ചിട്ടാണ് ഓടിക്കുന്നത്. ഞാൻ സിംഗിൾ വെച്ച് ഡബിളാക്കി. ഞാൻ സിംഗിൾ വെച്ചിട്ടില്ല. ഞാൻ സിംഗിൾ അല്ലാതെ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യും. കേട്ടോ എടുക്കോ എടുത്തിട്ടുണ്ട്. രഞ്ജിമ, ഞാൻ ആദ്യമായിട്ടാണ് സിംഗിൾ അല്ലാത്ത ഒരു കാര്യം. അയ്യോ അവസാന ശ്വാസത്തിന് വേണ്ടി അങ്ങനെ രഞ്ജിമ ഇന്ന് നന്മമാരാകാൻ പോവാണ്. എറിയതിന് കഷ്ടപ്പെട്ടാണ് അതിന്റെ വിധി അതായിരുന്നു. അതിപ്പോ സ്വയം ആത്മഹത്യ. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയോ? ജാക്കി എന്ന ശത്രുവിനെ അതെന്നോ വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇല്ലില്ല, പിന്നെ അത് വരുന്നുണ്ട്. ജീവനുണ്ട്, പക്ഷേ നടപടിയില്ല. നടപടിയൊക്കെ പിന്നെ നീ ആരുടെ പറയണം. വൈറസ് ഒന്നുമല്ല, ശങ്കറിന്റെ ഉള്ളിൽ അതുണ്ട്. അതൊക്കെ കഴിക്കും നിങ്ങള്? അല്ല ഞാൻ കഴിക്കില്ല. എഡിബിളാണിത്. പുഴുങ്ങിട്ടല്ലേ? എനിക്കറിയില്ലടാ. It's okay. It's okay to be a part of our song. So this is for you, Ranjima fans. We are vibing with, jamming with. Sanif. ഞാൻ bro എന്ന് വിളിക്കാം. That's why I didn't know your name. So let's go. Yeah. Let's go. This is for Ranjima fans in YouTube. So 1, 2, 3, go. അന്നന്റെ കരളിൽ ഒരു കൂടൊരുക്കില്ലേ, നീലമിഴിക്കോടുകളിൽ കവിത ചൊല്ലില്ലേ, എന്നും നിന്നോവെന്നോ ഉണരുമ്പോ മാഞ്ഞങ്ങ് പോകരുതേ വാർമഴവില്ലേ, മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റ്, നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻകുയിൽ പാട്ട്, വെള്ളിക്കൊലുസിട്ട കാലച്ച കേൾക്കാൻ കാത്തിരിക്കുമെന്റെ ഹൃദയം, നിനക്കു മാത്രം നിനക്കു മാത്രമാ. നെക്സ്റ്റ് നമ്മൾ പോയത് നോർത്ത് ക്ലിഫിലോട്ടാണ്. ഓൾറെഡി ഞാൻ പോയതാണ്, പക്ഷേ സോനയൊക്കെ ആദ്യമായിട്ടല്ലേ വർക്കിൽ വരുന്നത്. അപ്പം നോർത്ത് ക്ലിഫിൽ നമ്മൾ പോയി. സോന ഒരു ടോപ്പ് വാങ്ങിച്ചു, ഞാൻ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. സോന ഒരു ടോപ്പ് വാങ്ങിച്ചു. ആ ടോപ്പിന് ഇതൊന്നല്ല, വേറൊരു ടോപ്പാണ് വാങ്ങിച്ചത്. ആ ടോപ്പിന് ഫസ്റ്റ് 450 ആണ് പറഞ്ഞത്. ചില കടയിൽ ബാർഗെയിൻ സമ്മതിക്കില്ല, പക്ഷേ ചില സ്ഥലത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് തരും. 450ൻ്റെ ടോപ്പ് ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് 250ക്ക് കിട്ടി ഗൈസ്. ഇറ്റ്സ് ഡേ 2. ഇന്നലെ നോർത്ത് ക്ലിഫിൽ പോയി നടന്ന് തിരിച്ച് വന്ന് കിടന്നുറങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റായി. പക്ഷെ എന്നാലും ഇന്ന് നമ്മളവർ വിളിച്ച സമയത്ത് തന്നെ എഴുന്നേറ്റ് റെഡിയായിട്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പോകണമെന്ന്. എനിക്കൊന്നത് വയ്യ. ഇന്നലെ കയാക്കിങ്ങിനൊക്കെ പോയി ഫുൾ ഓട്ടഞ്ഞ് ഞാൻ. ഒരു തിരുമ്മൽ വല്ലതും വേണ്ടി വരും. വയ്യ, കൈ വെക്കാൻ പറ്റണില്ല, കാല നിൽക്കാൻ പറ്റണില്ല. പക്ഷെ കുഴപ്പമില്ല, പോകണം. അപ്പോൾ ഞാൻ എന്താ റെഡിയായി, ഡ്രസ്സൊക്കെ ഇട്ടു, വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു കട്ടൻ കാപ്പി കുടിക്കണം, ബോഡി ഒന്ന് വാമപ്പ് ആക്കട്ടെ, എന്നിട്ട് ഓക്കെ ഇറങ്ങാം. ഓക്കെ, സോന റെഡി ആയിട്ടില്ല, ബ്രോക്കോട്ടൊന്നും റെഡി ആയിട്ടില്ല. നമുക്ക് അത് നോക്കാം. ഇറങ്ങിക്കൂടും ഇങ്ങോട്ടേ, അവിടെ നോക്കി ഇറങ്ങാം ഗായ്സ്. ഒരു ദിവസം കൂടെ നിന്നപ്പോൾ തന്നെ രഞ്ജിമ അധികാരം എടുക്കുകയാണ്, ഇറങ്ങിക്കൂട് എന്നൊക്കെ. പൃഥ്വിരാജിന്റെ സ്വപ്നക്കൂട് എന്നതിന് ശേഷം കേൾക്കുന്ന ഞാൻ ആദ്യത്തെ പേരാണ് ഇറങ്ങിക്കൂട്. കൊച്ചിയിൽ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല, കക്കയത്ത് ഇങ്ങനെ ഫോമാക്കി പറയാനോ അറിയില്ല. എന്തായാലും ഇറങ്ങിക്കൂട് എന്ന വാക്ക് ഉപയോഗിച്ചത് ശരിയായില്ല. ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ വരാം. മടിയന്മാരെ ഞാൻ വിളിച്ചുണർത്തി, ടീഷർട്ട് എവിടെ അങ്ങനെ ചിന്തിച്ചോ. എനിക്കൊരു കുഴപ്പമില്ല. എനിക്കിങ്ങനെ ലൈക്ക് ഒരാൾ വന്ന് വിളിച്ചിട്ട് അവരിങ്ങനെ പോസ്റ്റ് അടുപ്പിച്ച് ലേറ്റ് ആക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പെട്ടെന്ന് ഇറങ്ങി പോണം. തമാശക്കല്ലേ, വേഗം ഇറങ്ങി. ഞാൻ റെഡിയാക്കി കണ്ണടക്കാനുള്ളൂ. ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കാം, സ്പേസ് ഉണ്ടാക്കണ്ടേ, ഫ്രോഡ് എടുക്കണ്ടേ, കിസിക്കെന്ന്. ഈ ട്രിപ്പിൽ ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഞാൻ
ഏറ്റവും ഞാൻ ക്ലോസ് ആയത് ഇവരുടെ അടുത്താണ് കേട്ടോ, വിസ്കിൻ്റെ സ്കൈൻ്റെ അടുത്ത്. ഞാൻ കുറച്ച് ഡോഗിനെ എനിക്ക് കുറച്ച് പേടിയാണ്, പക്ഷേ എനിക്കെന്തോ എനിക്ക് ലൈക്ക് പെട്ടെന്ന് ഇവരെല്ലായിടത്തും അങ്ങ് കമ്പനിയാവും. അവിടെ ആര് വന്നാലും പെട്ടെന്ന് ഇവരുടെ അടുത്ത് കമ്പനിയായി. നല്ല ചില്ലാണ് 2 പിള്ളേരും. എനിക്ക് ഇവരെ കൂടെയാണ് ഞാൻ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തത്. എപ്പോഴും ഞാൻ ഇവരുടെ അടുത്ത് പോയിരിക്കും. അങ്ങനെ ഇവർക്കും എന്നോട് ഒരു അറ്റാച്ച്മെൻ്റ് ആയി. അതങ്ങനെയല്ലേ, ഡോഗ്സ് ഭയങ്കര ലവിങ് ആണ്, സോ സ്വീറ്റ്. ഇന്ന് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് ഗൈസ്. ഓട്ടോ റൈഡ് ടു കാപ്പിൽ ബീച്ച് വിത്ത് റോക്കറ്റ് സോന. സോനല്ല, കോച്ച് സോന. കോച്ച് സോന, ആർ യു റെഡി? ഞങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു രാവിലെ തന്നെ ഫ്രഷ് കോമഡി ഇറക്കുന്നുണ്ട് കേട്ടോ. രാവിലെ നമ്മളെപ്പോഴും ഫ്രഷ് ആവണം എന്നാണ് ഞങ്ങളുടെ മമ്മിയും ഡാഡിയൊക്കെ പഠിപ്പിച്ചത്. കൊച്ചിയിൽ അങ്ങനെയാണെന്ന് അറിയില്ല. ഫ്രഷ് ആയിട്ട് ടോയ്ലറ്റിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടില്ല. 3/4 മണിക്കൂർ. ടോയ്ലറ്റിൽ നമ്മൾ കയറുന്നത് എന്തിനാണ്? പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ. ഇറങ്ങണം. ഇത് ഉദ്ഘാടനമല്ല, പ്രാഥമിക കർമ്മമാണ്. അക്കോർഡിംഗ് ടു തലേന്നത്തെ ഫുഡ് അല്ല, എന്താ പറയാനല്ല, അതാണ്. എനിക്കറിയില്ല, ഇന്ന് കുറച്ചെങ്കിലും സർഫിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ മതിയത് നോക്കാം. എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു വെപ്രാളം വരുന്നു, എന്താണെന്ന് അറിയത്തില്ല. ആദ്യമായിട്ടായിരിക്കും, ലൈക്ക് ആദ്യമായിട്ടായോണ്ടായിരിക്കും അല്ലേ. നോക്കാം, ഇന്ന് കുറച്ചെങ്കിലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ സർഫിന്, കുറേ ആൾക്കാരുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ച് ആയിട്ടുണ്ട്. ബ്രെഡ് ഉണ്ട്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്. ബ്രെഡ്, ബട്ടർ, ജാം, ഓംലെറ്റ്, സം ഫ്രൂട്ട്സ്, സോസേജ്. ഇതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണെന്നറിയോ? ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. എനിക്ക് സോസേജസ് ഭയങ്കര ഇഷ്ടമാണ്. നൈഫും ഫോർക്കും കൂടെ വേണമായിരുന്നു, പക്ഷെ അതില്ല. ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ഗീ റൈസ്, പിന്നെ ചിക്കൻ കറി, സാലഡ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഇപ്പം ഞങ്ങൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് യോഗ സെഷനാണ്. 5:30 എന്തോ ആണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. കുറേ നാൾക്ക് ശേഷമായിട്ടാണ് ഞാൻ യോഗ ചെയ്യുന്നത്. ഞാൻ ഡിഗ്രി പഠിച്ചതിന് ശേഷം ഞാൻ ഒരു ശ്രീ രവിശങ്കർജീൻ്റെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു യോഗ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു 3-4 ദിവസം. വീട്ടുകാർ കൊണ്ടാക്കിയതാണ്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് യോഗ ക്യാമ്പാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് യോഗയ്ക്ക് പോകണത്. അതിനുശേഷം ഞാൻ ഈ കുറച്ചൊക്കെ യോഗ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വിട്ടു. ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് മടിയെന്ന് അങ്ങോട്ട് എനിക്ക് അത് യോഗ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് ഇതുവരെയായിട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റായിട്ടില്ല. ഇന്നലൊക്കെ ശരിയാവുമായിരിക്കും. അപ്പോൾ നമുക്ക് യോഗയ്ക്ക് അങ്ങോട്ട് പോവാം. ആൻഡ് ഇന്നത്തെ ഡിന്നറും നോർത്ത് ക്ലിഫിലായിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ഫുഡും അടിപൊളി. അതുമാത്രമല്ല അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല. അവിടുത്തെ ചേട്ടന്മാരൊക്കെ വൈബ് എന്ന് വെച്ചാൽ ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ് അവർ സെർവ് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പൊളി ഫീൽ കിട്ടും. സോ അവിടെ എല്ലാവരും ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനത്തെ ഒരു വൈബ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും വർക്കല പോകേണ്ട എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അവസാനം ട്രിക്ക് റിവീൽ ചെയ്തു. എന്താണ് ട്രിക്ക് ഒന്ന് പറഞ്ഞുതരോ? ട്രിക്ക് നെഞ്ചിൽ കൈ വെച്ച് നോക്കാം. ഇറങ്ങാം. ഓക്കെ, ആശം വിളിക്കുന്നു. ബൈ. പഠിച്ചത് കണ്ടല്ലേ വ്രണങ്ങൾ. Struggle just to be me. Had to rise up just so they could see me.
Did what I had to do just to feed me, and what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. Take into your hands a plan, your own hands can land your own brand. And damn, I feel like no one takes accountability. They want the credibility, convincingly unwilling to put in the hours it takes to get some power. Don't be f***ing sour. അപ്പുറത്തൊരു പൂച്ച വന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവരൊന്ന് പൊസസീവ് ആക്കാൻ വേണ്ടി അപ്പുറത്തെ പൂച്ചേനെ പോയി ഒന്ന് എടുത്ത് നോക്കി, ഇവരുടെ റിയാക്ഷൻ എന്തായിരിക്കും നോക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി അവനെ തൊടണ്ട ചേച്ചി, എന്നെ തൊട്. അസൂയ അസൂയ. നിന്നെ ഞാൻ തൊടടാ, നിന്നെ ഞാൻ തൊട. വീടടാ കുഴപ്പം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഡോഗ്സിൻ്റെ അടുത്ത് ഇത്രയും ക്ലോസ് ആയി. അപ്പോൾ അവരെന്നോട് ഇങ്ങനെയൊക്കെ സ്നേഹം കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഓ എന്ത് സ്നേഹോ എൻ്റെ പൊന്ന്. അസൂയ, രണ്ടെണ്ണത്തിന് അസൂയ. ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് വർക്കല വരുന്നത്. പക്ഷെ ഇത്ര അടിപൊളി ഒരു പ്ലേസിൽ ഞാൻ സ്റ്റേ ചെയ്തിട്ടുമില്ല. ഇങ്ങനെ പിടിക്കേ, നീ വാ, നിന്നെ കാണുന്നുണ്ട്. വാ, അങ്ങനെയല്ല, ഇങ്ങനെ പിടിക്കും. ഞാൻ ഇത്ര ഒരു അടിപൊളി ഒരു നല്ല പ്ലേസിൽ സ്റ്റേ ചെയ്തിട്ടില്ല. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി, ഫുഡ് എല്ലാം അടിപൊളിയാണ്. ആൻഡ് ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 2-3 പേരായിട്ട് നമ്മളൊരു ഒരു സ്ഥലത്ത് പോയിട്ട് സ്റ്റേ ചെയ്യുന്നത് നമുക്ക് അറിയാത്തവരുടെ അടുത്ത് പോയി സ്റ്റേ ചെയ്ത് അവരെ ഫ്രണ്ട്സ് ആക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇൻട്രോവേർട്ടാണ്, അപ്പം അറിയാലോ. അപ്പോൾ അതൊക്കെ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ ഇൻട്രോവേർട്ട് തിങ് കുറച്ചും കൂടെ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് ഔട്ട്ഫിറ്റ് ഇതാണ്. മുമ്പ് നിങ്ങൾ കണ്ട ഔട്ട്ഫിറ്റ് തന്നെയാണ്. അടുത്തോട്ട് വാ, മുമ്പ് കണ്ട ഔട്ട്ഫിറ്റൊക്കെ തന്നെ. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ടു. ഇനി ഒന്ന് ചായ കുടിക്കാൻ പോവാം. ഞാൻ ചായ കുടിക്കില്ല, എന്നാലും ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കൂട്ടിന് പോകാമല്ലോ, കടി കഴിക്കാം. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്, 9:30ക്കാണ് ട്രെയിൻ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ക്ലിഫിൽ പോയി ബീച്ച് വ്യൂ ഒക്കെ കണ്ടു, ഒരു ഡിന്നർ കൂടെ കഴിച്ചു. ആൻഡ് ഈ ട്രിപ്പ് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും, ക്ലോസ് ടു മൈ ഹാർട്ട് ആയിരിക്കും. ബിക്കോസ് നോർമൽ ട്രിപ്പിനെക്കാട്ടും ക്യാമ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിൽ തന്നെ എനിക്ക് പുതിയ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തു. ആൻഡ് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വ്ലോഗ് ഞാൻ എൻഡ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, ലവ് യു ഗൈസ്. ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം രഞ്ജിമ.